ഗജേന്ദ്രമോക്ഷം കേട്ടു. അവിടെ ഭഗവാൻ ആ ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് അവിടെ എത്തി. ഇതിൽ നമ്മുടെ സത്വരജ തമോ ഗുണങ്ങൾ അല്ലെങ്കിൽ ജാഗ്രത്, സുഷുപ്തി, സ്വപ്നം, ഈ മൂന്നവസ്ഥകൾ കഠോപനിഷത്തിൽ 14 ഭാവങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ആ മനസ്സിൻ്റെ ആ 14 ഭാവങ്ങൾ തന്നെയാണ് ഈ 14 മന്വന്തരങ്ങൾ. അപ്പോൾ ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി മറികടന്ന് എങ്ങനെ നമുക്ക് ആ തുരീയ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ സത്വരജ തമോ ഗുണങ്ങളെ മറികടന്ന് എങ്ങനെ നിർഗുണാവസ്ഥയിലേക്ക് എത്താം എന്നുള്ള ഒരു പ്രകരണങ്ങളാണ് ഇതിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് തന്നെ പ്രകരണമായ ഗജേന്ദ്രമോക്ഷം തമോ ഗുണത്തിൽ നിന്ന് എങ്ങനെ ഉയരാം. തമോ ഗുണം ആന തമോ ഗുണത്തിൻ്റെ പ്രതീകമാണ്. അതേമാതിരി തന്നെയാണ് അടുത്തത്, രണ്ടാമത്തേത് രജോ ഗുണമായ ദേവന്മാർ, അവർ എങ്ങനെയാണ് അതിൽ നിന്ന് ഉയർന്നു വരുന്നത്. മൂന്നാമത്തേത് സത്വഗുണ പ്രധാനിയായ മഹാബലി എങ്ങനെയാണ് ഉയർന്നു വന്നത് എന്ന്. അത് മൂന്നും കഴിഞ്ഞിട്ട് അവസാനം ആ ഭഗവാനെ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് ആ മത്സ്യാവതാരത്തിലൂടെ കാണാം. അങ്ങനെയാണ് ഈ 4 പ്രകരണങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നത്. അതുകൂടാതെ ഇന്നലെ സരോജാമാമി പറഞ്ഞ മാതിരി അതിൽ എന്താണ് ധർമാർത്ഥ കാമമോക്ഷം എന്നുള്ള ആ 4-ാം സ്കന്ധത്തിലുള്ളത് മാതിരി ഇവിടെ തിരിച്ച ഓർഡറിലാണ്. ഇവിടെ മോക്ഷം, അതായത് ഗജേന്ദ്രന് മോക്ഷം കിട്ടുന്നു, പിന്നെ കാമം, ദേവന്മാരുടെ കാമം, പിന്നെ അർത്ഥം, അത് ബലിയുടെ ആ അർത്ഥം എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത്, ധർമ്മം, മത്സ്യം. ഇത് തിരിച്ചും ഈ ധർമ്മ അർത്ഥ മോക്ഷങ്ങളെ കൂടി നമുക്ക് ഇതിൽ കാണാം. അങ്ങനെ 2 വിധത്തിലാണ് ആചാര്യന്മാർ ഇതിനെപ്പറ്റി പറയുന്നത്. പാലാഴി മദനമാണ് ഞാൻ ആദ്യം നമുക്ക് കാണാനുള്ളത്. ഇതിൽ ഭഗവാൻ 4 അവതാരങ്ങൾ ആയിട്ട് അവതരിച്ചിട്ടുണ്ട്. ഒന്ന് അജിതനായിട്ട്, കഥ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അജിതനായിട്ട് അവിടെ വരുന്നു. അതെപ്പോഴാണ് ആ മന്ദരപർവ്വതം മുകളിലേക്ക് കടന്ന് ആടുമ്പോൾ അതിനെ താഴ്ത്തുവാൻ വേണ്ടി പിടിച്ചു നിർത്തുവാൻ വേണ്ടി അജിതനായി അവതരിച്ചു. താഴോട്ടേക്ക് താഴ്ന്നപ്പോൾ അവിടെ കൂർമാവതാരമായി അവതരിച്ചു. പിന്നെ ധന്വന്തരിയായി അവതരിച്ച ആ അമൃതവും കൊണ്ടുവന്നു. പിന്നെ 4ാമതായി മോഹിനിയായിട്ട് അവതരിച്ചു. ഇങ്ങനെ 4 അവതാരങ്ങൾ നമുക്ക് ഇതിൽ കാണാം. അതുകൂടാതെ ആ പാലാഴിമതന സമയത്ത് മന്ദരപർവ്വതത്തെ ഉപയോഗിച്ച് വാസുകിയെ കയറാക്കി അത് കടയുമ്പോൾ പല പല സാധനങ്ങൾ അതിൽ നിന്നും പുറത്തു വരുന്നു. ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞിരുന്നു, ഒരു സാധകന് നമ്മൾ ചെയ്യുമ്പോൾ പല സന്ദർഭങ്ങളിലും പലതുമായിട്ട് വരും, പക്ഷേ നമ്മൾ അതിനെയൊക്കെ ത്യജിച്ച് നമുക്ക് വേണ്ടത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാലും കിട്ടിയതെല്ലാം ഓരോരുത്തരായി പങ്കുവിട്ടു. അങ്ങനെ ആ 8ാമത്തെ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ ആ ദേവി അതിൽ നിന്നും അവതരിച്ചു. സമുദ്രപുത്രിയായി അവിടെ വന്നു. വരണമാല്യമായി വന്ന ദേവിയെ എല്ലാവരും വളരെ ആർത്തിയോടെ, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരും ദേവി, എൻ്റെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞ് എല്ലാവരും ആർത്തിയോടെ നോക്കി നിൽക്കുമ്പോൾ അവിടെ ആ ദേവിയെ ശ്രദ്ധിക്കാതെ നിന്ന ആ മഹാവിഷ്ണുവിൻ്റെ അടുത്തിലേക്കാണ് ദേവി പോയത്, വരണമാല്യം അറിയിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എന്താണ്? നമ്മൾ ഈ അർത്ഥത്തിൻ്റെ പിന്നാലെ ഓടുന്നതിന് പകരം ആ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ കൂടെ ലക്ഷ്മി ദേവിയും നമ്മുടെ കൂടെ തന്നെ വരുമെന്നാണ്. അതിനുശേഷം അവിടെ കാളകൂട വിഷം വന്നു. ആ കാളകൂട വിഷം ആ മഹാദേവൻ, അവിടെ കരുണാമയനായ മഹാദേവൻ സഹജീവികളോട് ദയ തോന്നിയിട്ട് ആ വിഷത്തെ സ്വീകരിച്ചു. ഇവിടെ ആ വിഷം സ്വീകരിക്കുന്നതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇതിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സഹജീവികളോടുള്ള ദയയാണ് ഭഗവാന്റെ. എല്ലാവരെക്കാട്ടിലും ആപദ്ബാന്ധവനാണ് ശിവൻ എന്നുള്ളൊരു ആദ്യം തന്നെ പ്രത്യക്ഷപ്പെടുക ശിവനാണ്. എല്ലാ അസുരന്മാരും പ്രത്യക്ഷപ്പെടുത്തുന്നത് ശിവനെയാണ്. എളുപ്പത്തിൽ സാധിക്കുമെന്ന് പറഞ്ഞു. വിഷ്ണു അത്ര പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയില്ല. അതുതന്നെയാണ് ഇവിടെ ആ ശിവൻ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ആ വിഷം അവിടെ കഴിച്ചത്. പിന്നീട് ധന്വന്തരമൂർത്തി അവിടെ അമൃതവുമായി വന്നു. അഹംപൂർവം നത്വം എന്ന് പറഞ്ഞ് അവരവിടെ വഴക്കിടുകയായിരുന്നു. പിന്നെ എന്താ ചെയ്യാണ്? ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ അമൃത്
നിങ്ങൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഭഗവാന്റെ ആ വാക്ക് സത്യമാവണമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ആ മോഹിനി അവിടെ അവതാരമെടുത്തു. ആ മോഹിനി വന്ന് ആദ്യം പറഞ്ഞു, ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല, എന്നെ വിശ്വസിക്കാമോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അവർ പറയുകയായിരുന്നു മോഹിനിയോട് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ. പക്ഷെ എന്നാലും അവർ ആ മോഹിനിയിൽ മയങ്ങിയിട്ട് അസുരന്മാർ ആ അമൃതം മോഹിനിയിൽ കൊടുത്തു. അവിടെ മോഹിനി ദേവി അവരെ അസുരന്മാരെ വഞ്ചിച്ച് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തില്ല. കാരണം അവരതിന് അർഹതയല്ലാത്തവരാണ്. അതാണ്, അത് ഭഗവാന്റെ ലീല തന്നെയാണ്. അവിടെ അവർ അർഹത അല്ലാത്തത് കൊണ്ട് ദേവന്മാർക്ക് കൊടുത്തു. പിന്നെ അതിൽ ബാക്കിയുള്ള കഥ അറിയാം. അതിലൊരാൾ വന്ന് നിന്നു, രാഹുകേതു, അത് അതിലേക്ക് പോകുന്നില്ല. നമുക്കിതിൻ്റെ ഒരു ഇവർ അമൃതം ലഭിച്ചതിന് ശേഷം ദേവന്മാർ അസുരന്മാരായി യുദ്ധം ചെയ്തു. അവിടെ വീണ്ടും ഇന്ദ്രന് അഹങ്കാരമുണ്ടായി. ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ലഭിച്ചത് എന്നുള്ളത് അങ്ങോട്ട് മറന്നുപോയി. അവിടെ ആ മഹാബലിയോട് യുദ്ധം ചെയ്യുമ്പോൾ പറയുന്ന വാക്കുകൾ നമുക്കറിയാം. ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ എൻ്റെ വജ്രായുധം കൊണ്ട് കൊല്ലും എന്നാണ് പറയുന്നത്. അവിടെ ആ അഹങ്കാരം വീണ്ടും എടുത്തു. അപ്പോൾ അതിൻ്റെ ഫലം പിന്നീട് ഇന്ദ്രൻ അനുഭവിക്കും. ഇതിലെ തത്വം നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമുക്കറിയാം പാലിൽ നെയ്യുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനെ തൈരാക്കി അതിനെ കടഞ്ഞെടുത്ത് വെണ്ണയാക്കി ആ വെണ്ണയെ ചൂടാക്കിയാലേ നമുക്ക് ആ നെയ്യ് കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലും ആ ഭഗവാനുണ്ട്. അത് കലുഷിതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ കടയണം. അതിനെ കടയാൻ വേണ്ടിയിട്ട്, ആ മനസ്സിനെ നല്ലവണ്ണം കടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നാൽ മാത്രമേ നമുക്ക് ആ നിർഗുണമായ ആ പരമാത്മാവിനെ ലഭിക്കുകയുള്ളൂ. അപ്പം മനസ്സിനെ എന്തുകൊണ്ടാണ് കടയേണ്ടത് ബുദ്ധിയാണ്. കടക്കോലാണ്, അവിടെ ബുദ്ധിയാണ് കടക്കോലായിട്ട് ഉപയോഗിക്കേണ്ടത്. നല്ല ശക്തിയോടുകൂടി അത് ഉപയോഗിക്കണം. നാരായണീയത്തിൽ 91 ദശകത്തിൽ പറയുന്നുണ്ട്, ശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം എന്ന്. ഞാൻ ശ്ലോകം മുഴുവൻ കോട്ട് ചെയ്യുന്നില്ല. അവിടെ പറയുന്ന മാതിരി തന്നെയാണ് ഇവിടെ നല്ല ശക്തിയോടുകൂടി ആ കടക്കോൽ കൊണ്ട് മനസ്സിനെ കടയണം. അതിന് കയറായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത് വാസനയാണ്. നമ്മുടെ മനസ്സ് മുഴുവൻ വാസനകളാണ്. ആ വാസനയാണ് നമ്മുടെ മനസ്സിനെ കലക്കി മറിക്കുന്നത്. അപ്പോൾ ആ കടകോല് കൊണ്ട് അവിടെ ആ ബുദ്ധി ഉപയോഗിച്ച് ആ വാസനകളിൽ നിന്ന് വേണ്ടതും വേണ്ടാത്തതും മാറ്റി, ആ രജോ ഗുണവും തമോ ഗുണവുമാണ് അസുരരും ദേവന്മാരും, അവരെ മാറ്റി പിന്നീട് നമുക്ക് ആ സത്വഗുണം അവിടെ ആ മനസ്സിനെ മദനം ചെയ്യുമ്പോൾ ആ സത്വഗുണം എന്ന അമൃതം നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭഗവാനെ തന്നെ നമുക്കവിടെ കിട്ടും. എന്താണ് അമൃതം? അമൃതം എന്ന് പറയുന്നത് എന്താണ്? ആ ഭഗവാനെ നമുക്ക് കിട്ടുക എന്നത് തന്നെയാണ് ആ അമൃതം. അങ്ങനെ അതിനുശേഷം പറയുന്നത്, ഇന്ദ്രനാൽ കൊല്ലപ്പെട്ട ആ അസുര രാജാക്കന്മാരെ അസുരഗുരുവായ ശുക്രാചാര്യരെ ജീവിപ്പിച്ചു. എന്നിട്ട് പിന്നീട് പറയുന്നത് ശങ്കരമോഹനമാണ്. കാരണം ഞാൻ ഇടയിൽ കടയുന്നതൊന്നും പറയുന്നില്ല, എനിക്കിവിടെ വേണ്ടത് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ശങ്കരമോഹനത്തിൽ അവിടെ ഭഗവാൻ ശിവൻ എനിക്ക് മോഹിനിയുടെ രൂപം കാണണം എന്ന് പറയുന്നുണ്ട്. ആ മോഹിനി രൂപം ശിവനിൽ കാണിച്ചു കൊടുത്ത് ആ ശിവൻ തന്നെ ആ മായയ്ക്ക് അടിമയായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇത്രയും ആ മന്മഥനെ തൻ്റെ തൃക്കണ്ണാൽ നശിപ്പിച്ച ആ ശിവൻ തന്നെ ആ ഭഗവാന്റെ മായയ്ക്ക് ഒരു നിമിഷം അധീനനായി എങ്കിൽ അപ്പം നമ്മുടെ കാര്യമൊക്കെ പറയാനുണ്ടോ? അപ്പം നമ്മൾ എത്രത്തോളം ആ ഭഗവാനെ ചിന്തിച്ച് നമ്മുടെ മനസ്സിലെ ആ ചിന്തകളെല്ലാം മാറ്റിയാൽ മാത്രമേ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും ആ ഭഗവാനെ നമ്മുടെ മനസ്സിൽ കുടിയിരുത്തുവാൻ കഴിയുകയുള്ളൂ. എന്തായാലും അവിടെ ആ ഭഗവാൻ വിഷ്ണു തന്നെ പറയുന്നുണ്ട് ശിവനോട്, അങ്ങ് വേഗം അതിൽ നിന്നും ആ മായയിൽ നിന്നും വേഗം പിടിപെട്ടു എന്നുള്ളത്. ഇവിടെ അവസാനം ആ ശങ്കരമോഹനം കഴിഞ്ഞ് അവിടെ ഈ പ്രകടനത്തിൻ്റെ അവസാനം ശുഗമഹർഷി എഴുന്നേറ്റ് നിന്ന് ഭഗവാനെ സ്മരിച്ചു അല്ലെങ്കിൽ നമിച്ചു എന്നാണ് പറയുന്നത്. 3 സന്ദർഭങ്ങളിൽ മാത്രമാണ് ശുഗാചാര്യർ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നത്. അതിലൊന്നാണ് ഈ ശങ്കരമോഹനം കഴിഞ്ഞ ആ ഭഗവാന്റെ മായയ്ക്ക് അധീനമായി, ശിവനെ കൂടിയും മായയ്ക്ക് അധീനമാക്കി ആ ഭഗവാനെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചു എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ പിന്നെ കാണുന്നത് ആ ദേവാസുര യുദ്ധം. പിന്നെയും അവിടെ ബലി അവിടെ ശക്തനായി തീരുകയാണ് ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ.
ആ ഗുരു അവിടെ ആ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ശക്തമായി എന്ന് മാത്രമല്ല അവിടെ എന്താണ് ഇന്ദ്രനുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ്. അതിനുവേണ്ടി ഒരു യാഗം ചെയ്തു. ആ യാഗത്തിൽ നിന്ന് വളരെയധികം യുദ്ധത്തിന് വേണ്ട എല്ലാ സാമഗ്രികളും കിട്ടുന്നു. അതുകൊണ്ട് ഇന്ദ്രനെ തോൽപ്പിച്ചു. ഇന്ദ്രനെ തോൽപ്പിച്ച് അവർക്ക് ഒളിവിൽ പോകേണ്ടി വന്നു. അങ്ങനെ ആ സമയത്താണ് അതിഥി അമ്മ, ദേവന്മാരുടെ അമ്മ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. കാരണം തൻ്റെ മക്കൾ ഒളിവിൽ പോയിരിക്കുകയാണ്. നമ്മൾ മനുഷ്യർ മാത്രമാണ് എത്രയായാലും ഈ കുട്ടികളുടെ കാര്യത്തിൽ വ്യാകുലത കാണിക്കുന്നത്. ഏത് മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും അവർ പറക്കാറായി കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ആ പ്രാരബ്ധം തീരാത്തതും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടികളെ വിടണം. ഇവിടെ അതിഥി വീണ്ടും ആ ദേവന്മാർക്ക് വേണ്ടി ഭർത്താവിനോട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം പയോവ്രതം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ പയോവ്രതം ചെയ്ത് അത് കഴിഞ്ഞ് ആ പയോവ്രതത്തിൻ്റെ അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ അസുരന്മാരുടെ കാലമാണ്, കാലം അവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് അവരെ ചെന്ന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, ബലി ധർമ്മിഷ്ഠനും ധർമ്മജ്ഞനും സത്യസന്ധനുമാണ്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നിന്ന് ഞാൻ എല്ലാവരെയും ഒരേ മാതിരി കാണുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അവൻ്റെ ബലിയുടെ കയ്യിൽ നിന്ന് അത് എടുക്കാൻ സാധിക്കുകയില്ല. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു ബന്ധുത്വം കൊണ്ടുവരാം. അതായത് എൻ്റെ ഏട്ടന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ അങ്ങയിൽ, അതായത് അതിഥിയിൽ ഇന്ദ്രൻ്റെ അനുജനായിട്ട് ജനിക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുന്നു. അതിഥിക്ക് എന്താണ്, നമ്മൾ ചോദിക്കാൻ പോയിട്ട് എന്ത് കിട്ടുക, അമൃതം കിട്ടിയ തുല്യമാണ്, ഭഗവാൻ തന്നെ കുഞ്ഞായി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ അവിടെ അതിഥിക്കും ശബനും മകനായിട്ട് ശ്രീഹരി തന്നെ വാമനനായിട്ട് അവിടെ ജനിക്കുകയാണ്. ആ വാമനാവതാരം വളരെ ശ്രേഷ്ഠമാണ്. അതിൽ കൂടുതൽ വർണ്ണനയ്ക്ക് ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ ആ വാമനന് ഉള്ള ഉപനയന കർമ്മങ്ങൾ നടത്തി അവിടെ നിന്ന് ബലിയുടെ അടുത്തേക്ക് പോവുകയാണ് യാചിക്കാനായിട്ട്. 2 സ്ഥലത്താണ് ഭഗവാൻ കൈ താഴെ കാണിക്കുന്നത്. ശബരിയുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്, ഇവിടെ വാമനൻ്റെ അടുത്തും യാചിക്കുകയാണ്. അപ്പോൾ അവിടെ ഇത്രയും സത്യസന്ധനും ധർമ്മജ്ഞനും ധർമ്മിഷ്ഠനുമായ ആ മഹാബലിക്ക് തൻ്റെ അഹങ്കാരം തലപൊക്കി. നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും എനിക്ക് തരാൻ കഴിയും, എന്താ വേണ്ടത്, രാജ്യം വേണോ, ഭൂഖണ്ഡം വേണോ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാം എന്ന് പറഞ്ഞ ഒരു അഹംഭാരം. ഇവിടെ നമുക്ക് നോക്കണം, ഉപനിഷത്തിൽ പറയുന്നതായി കസ്യസുദ്ധനം, ഇത് ആരുടെ ധനമാണ്, ഇത് നമ്മൾക്ക് കയ്യിലുള്ളതെല്ലാം ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ കയ്യിലൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു തനിക്കാണ് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള ആ വിശ്വാസം കൊണ്ട് അവിടെ മഹാബലിയെക്കുറിച്ച് അഹങ്കരിച്ചു. ആ അഹങ്കാരം കൂടി തീർക്കണം അവിടെ. അതുമാത്രമല്ല, ആ വാമനൻ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ളവരെല്ലാവരും സ്തംഭിച്ചു നിന്നുപോയി ആ സ്വരൂപം കണ്ടുകൊണ്ട്. ശുക്രാചാര്യർക്ക് മനസ്സിലായി, പറയുന്നുണ്ട് ബലിയോട്, നീ അങ്ങനെ ഒന്നും വാക്ക് കൊടുക്കരുതേ, ഇത് ഭഗവാനാണ് വന്നിരിക്കുന്നത് എന്ന്. പക്ഷേ അവിടെ ആ ഗുരുവിനെ ചെവി കൊണ്ടില്ല, ഗുരുവിൻ്റെ ആ ഉപദേശം സ്വീകരിച്ചില്ല. അപ്പോൾ അതും ഭഗവാന്റെ ലീലയാണ്. അവിടെ ആ ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടാണ് അവർ നല്ല നിലയിൽ വന്നിരുന്നത്. നമുക്കറിയാം, കുചേലവൃത്തത്തിൽ അവിടെ പറയുന്നുണ്ട്, ഗുരുരനുഗ്രഹേണ പുമാൻ പ്രശാന്തയെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുരുത്വം, ആ ഒരെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വേറെ എന്തുണ്ടെങ്കിലും കാര്യമില്ല. അപ്പം ഇവിടെ ആ ഗുരുവിൻ്റെ അനുഗ്രഹം അവിടെ ഒരു ശാപമായി വന്നു. നിന്നെ എല്ലാം നശിക്കട്ടെ എന്ന് ശുക്രാചാര്യൻ പറയുന്നു. അത് ഭഗവാന്റെ ലീലയാണ്. അതുമാത്രമല്ല, ആ അഹങ്കാരത്തെയും താഴ്ത്തണം. അപ്പോൾ അവസാനം ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് 3 അടി മതി പറഞ്ഞ് ആ 2 വിശ്വരൂപം എടുത്ത് ഭഗവാൻ ആ 2 അടി കൊണ്ട് ബ്രഹ്മാണ്ടം മുഴുവൻ അളന്നു തീർത്തു. 3-ാമത്തെ അടി എവിടെ? ഉടൻ തന്നെ മഹാബലിക്ക് തൻ്റെ തെറ്റു മനസ്സിലായി.
നമുക്കറിയാം ഞാൻ എന്നുള്ളത് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റേതെന്നുള്ളത് പിന്നെയും മാറിയേക്കും. പക്ഷെ ഞാൻ എന്നുള്ള അഹങ്കാരം മാറണമെന്നുണ്ടെങ്കിൽ അതിന് ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം വേണം. അത് മാറ്റിക്കൊടുക്കാൻ ഭഗവാൻ ആ പാദം ആ മഹാബലിയുടെ ശിരസിൽ വെച്ചു. ഈ ബലി മഹാബലി ആയത് തന്നെ ഇതുകൊണ്ട് തന്നെയാണ്. തൻ്റെ തെറ്റു മനസ്സിലായി ആ ഭഗവാനെ അവിടെ ആ ഭഗവാനോട് ആത്മനിവേദനം ചെയ്തു. പ്രഹ്ലാദൻ തുടങ്ങി വെച്ചതാണ് നവതാഭക്തി. അതിൽ നിന്ന് ഇവിടെ ആ അവസാനത്തെ ആത്മനിവേദനം തൻ്റെ പേരക്കുട്ടി അവിടെ ഭഗവാനോട് ചെയ്യുകയാണ്. അത് തന്നെയാണ് ബലിനെ മഹാബലിയാക്കിയത്. അങ്ങനെ ആ സുതലത്തിൽ പോയി. ഇനി ഒരു പ്രത്യേകത ഈ വാമനാവതാരത്തിലുണ്ട്. എന്തുകൊണ്ടെന്നാൽ എല്ലാ അവതാരത്തിലും ദുഷ്ടനിഗ്രഹം കഴിഞ്ഞിട്ടാണ് ഭക്ത അനുഗ്രഹം. ഇവിടെ അങ്ങനെയില്ല, ദുഷ്ടനിഗ്രഹമില്ല. ആ ബലിയെയും അനുഗ്രഹിക്കുന്നു, തന്നോട് യാചിച്ച ഭക്തയായ ആ അതിഥിയെയും അനുഗ്രഹിക്കുന്നു. അതുമാത്രമല്ല കശ്യപരെയും അനുഗ്രഹിക്കുന്നു. തൻ്റെ ആ അസുരമക്കളെ സുതലത്തിലേക്കാണ് പറഞ്ഞുവിടുന്നത്, നല്ലൊരു സ്ഥലത്തേക്കാണ് പറഞ്ഞുവിടുന്നത്. അതാണ് ഈ വാമനാവതാരത്തിൻ്റെ ഇനിയൊരു പ്രത്യേകത. അങ്ങനെ ആ വാമനാവതാരം കഴിഞ്ഞു. ഇനി അടുത്തത്, അതായത് ഇപ്പം നമ്മൾ 4 കണ്ടു കഴിഞ്ഞു. തമോ ഗുണം, രജോ ഗുണം, ആദ്യത്തെ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം, 3 കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് എങ്ങനെയാണ് ഭഗവാനെ കയ്യിൽ കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിനാണ് ഈ മത്സ്യാവതാരം. നാരായണത്തിൽ പറയുന്നത് മാതിരി ഹസ്തലഭ്യേധന്യത്, നമ്മുടെ കയ്യിൽ തന്നെ ഭഗവാൻ ഉണ്ട്, അത് നമുക്ക് അറിയുന്നില്ല എന്ന് മാത്രമാണ്. അതിന് നമുക്ക് ആ വൈരാഗ്യം വരണം. ആ വൈരാഗ്യം എങ്ങനെയാണ് വരിക? അതിന് നമുക്ക് വേണ്ട പിന്നെ മാമ പറഞ്ഞ മാതിരി ഭക്തി മാത്രം പോരാ, അവിടെ ആ വൈരാഗ്യം വേണം. ജ്ഞാനം മാത്രം പോരാ, അവിടെ ആ വൈരാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ജ്ഞാനമോ അല്ലെങ്കിൽ ആ ഭക്തിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ ആ വൈരാഗ്യം വരണം. ആ വൈരാഗ്യം വരുവാൻ വേണ്ടി നമ്മൾ ആ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് വരികയും ചെയ്യണം. മനുഷ്യൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നത് ഒരു മത്സ്യരൂപിയാണ്. മത്സ്യത്തിന് ജലമാണ് ആശ്രയം എന്ന പോലെ മനസ്സിന് ഭഗവാനാണ് ആശ്രയം. 5-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട് ഇത്. ഹരിർഹി സാക്ഷാത് ഭഗവാൻ ശരീരിണാം ആത്മാ ജഷാണാം ഇവ തോയം ഈപ്സിതം എന്ന്. അതായത് നമ്മൾ വന്നതും നിലനിൽക്കുന്നതും നയിക്കുന്നതും എല്ലാം ഭഗവാനിൽ തന്നെയാണ്. അപ്പോൾ ഈ മത്സ്യാവതാരത്തിൽ 2 ലീലകളാണ് ഭഗവാൻ ചെയ്യുന്നത്. ഒന്ന്, ആ ബ്രഹ്മദേവൻ്റെ കയ്യിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയ ഹയഗ്രീവനാൽ അപഹരിക്കപ്പെട്ട ആ വേദത്തെ തിരിച്ചു കൊടുത്ത് ഹയഗ്രീവനെ വധിക്കുന്നു. രണ്ടാമത്തത്, സത്യവ്രതന് തൻ്റെ ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നു, തൻ്റെ സ്വരൂപം കൊടുത്ത് ആത്മതത്വം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അവിടെയും ആ കഥയ്ക്ക് ഞാൻ പോകുന്നില്ല. അവസാനം ഭഗവാൻ പറയുന്നുണ്ട്, ആ പ്രളയകാലത്ത് രാജാവായ അങ്ങും സപ്തഋഷികളും ഔഷധികളെല്ലാം ചേർന്ന് അവിടെ ഒരു തോണി വരും. ആ തോണിയിൽ നിങ്ങൾ കയറിയിരിക്കുക, എന്നിട്ട് എൻ്റെ മത്സ്യരൂപത്തിൽ ഞാൻ അവിടെ വരും. വാസികയെ കയറാക്കിയിട്ട് ആ കൊമ്പിൽ എന്നെ കെട്ടിക്കൊണ്ടിരിക്കുക. ആ ബ്രഹ്മാവിൻ്റെ ഉറക്കം കഴിയുന്നത് വരെ, അതായത് 14 ചതുർയുഗം കഴിയുന്നത് വരെ ഞാൻ നിങ്ങളെ രക്ഷിച്ചു കൊള്ളാം, നിങ്ങൾ ആ തോണിയിൽ ഉണ്ടാകും എന്ന്, നിങ്ങൾ തോണിയിൽ വെച്ച് രക്ഷിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുമാതിരി തന്നെ അവിടെ ചെയ്യുന്നു. ആ സമയത്ത് ആണ് ഈ സത്യവ്രതന് ആത്മതത്വം പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അത് ഭാഗവതത്തിൽ അത്രയായിട്ട് വിവരിച്ച് പറഞ്ഞിട്ടില്ല. അതാണ് ആ മത്സ്യ പുരാണം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ഇത്രയും ഇതാണ് മത്സ്യാവതാരം. ഇവിടെ മത്സ്യാവതാരത്തിൻ്റെ തത്വം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ആ അന്ധകാരമാകുന്ന ആ സമുദ്രത്തിൽ, സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ തോണിയായിട്ട് നമുക്ക് അവിടെ ഒരു ഗുരു എത്തണം. ആ ഗുരുവിൻ്റെ സഹായത്താൽ ജ്ഞാനം വന്ന് ആ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്ന് ആ പ്രകാശമായ ആ സൂര്യവംശത്തെ, അതായത് ഇവിടെ പറയുന്നുണ്ട് സത്യവ്രതൻ പിന്നീട് സൂര്യവംശത്തിൽ ജനിക്കുന്നു. അതുമാതിരി തന്നെ നമുക്കും ആ പ്രകാശമായ ജ്ഞാനമായ പ്രകാശത്തിലേക്ക് എത്തിച്ചേരാം എന്നാണ് ഇതിൽ നിന്ന്, ഈ മത്സ്യാവതാരത്തിൽ നിന്ന് തത്വം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനെ ഔട്ട് ഓഫ് ദ വേ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഈ അവതാരങ്ങളെ നോക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അമ്മയുടെ ശരീരത്തിൽ മത്സ്യരൂപിയായിട്ടാണ് നമ്മൾ വളരുന്നത് എന്ന്. അങ്ങനെ ജനിച്ച്
മത്സ്യരൂപത്തെ അതിജീവിച്ച് അവിടെ നിന്ന് പുറത്തു വന്നിട്ട് നിലത്ത് ഇഴയുകയാണ് കൂർമ്മരൂപത്തെ പോലെ. അതിനുശേഷം കണ്ടതും കട്ടിയതും എല്ലാം വലിച്ചു തീരുന്ന എല്ലാ മുത്തശ്ശന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും അറിയാം കുട്ടികൾ എന്തൊക്കെയാണ് വരുത്തുന്നത്. വരാഹരൂപത്തെ പോലെ കണ്ടതും കിട്ടിയതൊക്കെ വാങ്ങിത്തുന്നു. അതിനുശേഷം നരസിംഹാവതാരം 2 കാലിലും 4 കാലിലും, അതായത് മുട്ടുകുത്തി പോകാൻ അല്ലെങ്കിൽ നടക്കുക, അങ്ങനെ 4 വരിക. അതിനുശേഷം പടുരൂപനായിട്ട് പിന്നെ ആ യൗവനത്തിൽ തൻ്റെ അഹങ്കാരം, വീരം, മതം, മത്സരം എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു തിമിർത്ത് പരശുരാമനെ പോലെ നടക്കുക. അതിനുശേഷം ഗൃഹസ്ഥാശ്രമം ശ്രീരാമനെ പോലെ. പിന്നീട് ഞാൻ എന്ന അഭിമാനത്തോടു കൂടി എൻ്റെ കുടുംബം ഞാൻ എന്ന അഭിമാനത്തോടുകൂടി ബലരാമനെ പോലെ. ഇതെല്ലാം കഴിഞ്ഞ് ആ ശ്രീകൃഷ്ണനെ പോലെയും നമ്മൾ ജീവിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ്റെ കഥ വരുമ്പോൾ നമുക്കറിയാം അതിലും നമ്മൾ വരുന്നുണ്ട്. അപ്പം ഇതൊരു ആ മത്സ്യാവതാരത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ അവതാരങ്ങളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെയാണ്, നമ്മുടെ വളർച്ച തന്നെയാണ് എന്ന് നമുക്ക് കാണാം. അടുത്ത ആ സൂര്യപുത്രനായി അവിടെ ജനിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇനി ഈ പ്രകടനത്തോടുകൂടെ 8ാം സ്കന്ധം തീരുകയാണ്. ഇനി നവമസ്കന്ധമാണ്. നവമസ്കന്ധത്തിൻ്റെ ലക്ഷണം ഈശ്വരാനുഗത, അതായത് ഈശ്വരനോട് കൂടിച്ചേരുക എന്നതാണ്. ഇതിൽ വളരെയധികം കഥകൾ പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊരു അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻ്റാണ്. കാരണം അത്രയും അധികം കഥാപാത്രങ്ങളെ നമുക്ക് കാണാം. നമ്മൾ വായിച്ചപ്പോൾ തന്നെ നമുക്കറിയാം കുറേ പേരുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് എല്ലാവരുടെ കഥകളും പറയാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഈ അവസാന നിമിഷം, അതായത് പയോവ്രതം അവിടെ വ്രതമെടുത്തിരിക്കുന്ന പരീക്ഷത്തിന് എന്തിനാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്? പരീക്ഷിത്ത് ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യരുത് എന്ന് കാണിക്കാൻ വേണ്ടി ത്രിശങ്കുവിൻ്റെയും ആ സത്യവ്രതൻ്റെ കഥകളെല്ലാം, കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, അതെല്ലാം നമുക്കറിയാം. അവിടെ ഹരിശ്ചന്ദ്രൻ ആദ്യം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് കൊടുക്കാതെ പറ്റിച്ച് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു. അതാണ് ഇതിലത്തെ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം ജ്ഞാനം 2 വിധത്തിൽ നമുക്ക് അറിവ് 2 വിധത്തിൽ കിട്ടും. ഒന്ന് കേട്ടറിവ്, അല്ലെങ്കിൽ ഒന്ന് അനുഭവിച്ചറിയുക. അനുഭവിച്ചറിയുക എപ്പോഴും സാധ്യമല്ല. നമുക്കറിയാം സൈനൈഡ് കഴിച്ചാൽ നമ്മൾ മരിക്കുന്നറിയാം, പക്ഷെ നമുക്കത് അനുഭവിച്ച് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് കേട്ടറിയാനേ പറ്റുള്ളൂ. അതേമാതിരി തന്നെയാണ് ചിലത് കേട്ടറിയാം, ചിലത് അനുഭവിച്ചറിയാം. അപ്പോൾ കുട്ടികൾക്ക് തീയിൽ തൊടരുത് എന്ന് പറഞ്ഞാൽ അവർ പോയി തൊട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവർക്ക് അറിയാം, പിന്നെ അവൻ ആ ഭാഗത്തേക്ക് പോവില്ല. അതൊന്നും അവർ അനുഭവിച്ചറിഞ്ഞു. പക്ഷെ എല്ലാം അങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ കഥകൾ പറഞ്ഞു കൊടുത്ത് ഈ പരീക്ഷത്തിനെ ആ വൈരാഗ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ മനസ്സ് മുഴുവൻ കലുഷമാണ്. എല്ലാം, അതായത് കാമക്രോധ മതലോഭ മത്സര ദമ്പ അസൂയ ഈർഷ ഇനി എന്തൊക്കെയുണ്ട്, അതുകൊണ്ട് കലുഷിതമാണ്. അതെല്ലാമാണ് നമ്മുടെ രാഗങ്ങൾ. അതിൽ നിന്ന് വിരാഗമാകണം, അതാണ് വൈരാഗ്യം. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം? വൈരാഗ്യം, ഈ കലുഷിതങ്ങൾ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പാത്രത്തിൽ അഴുക്കുണ്ടെങ്കിൽ കുറേ വെള്ളം കയറി കുഴച്ച് കഴിഞ്ഞാൽ അതിലത്തെ ആ വെള്ളം കളയാൻ പറ്റുള്ളൂ. അതേമാതിരി നാമസങ്കീർത്തനം, ഭഗവത് കഥകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ മനസ്സിനെ ശുദ്ധമാക്കേണ്ടത്. അങ്ങനെ സൂര്യചന്ദ്രവംശ കഥകളാണ് ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത്. കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് ചെയ്യരുത് എന്ന് മനസ്സിലാക്കണം. ചിലത് ബാക്കിയുള്ളതിൽ അത് നല്ലത് നമുക്ക് എടുക്കണം. അതിപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും, നമ്മുടെ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ചീത്തയും നല്ലതും വേണ്ടാത്തതും എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുക, അതിനെ നല്ലതിന് ഉപയോഗിക്കുക. എല്ലാത്തിനും എ കോയിൻ ഹാസ് 2 സൈഡ്സ് എന്നുള്ളത് മാതിരി എല്ലാത്തിനും 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടതെടുക്കുക. അപ്പോൾ ഈ പരീക്ഷത്തിനോടും അതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞോളൂ. പരീക്ഷത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഭാഗവതം തന്നെ. അപ്പോൾ നമുക്കും അതിൽ നിന്ന് വേണ്ടതെടുക്കുക, വേണ്ടാത്തത് കളയുക. അങ്ങനെ സൂര്യചന്ദ്രവംശരുടെ കഥകളാണ് ഇതിൽ പറയുന്നത്. അതിലൊന്നുകൂടി നമുക്ക് നോക്കാനുണ്ട്. ബുദ്ധി സൂര്യൻ്റെ പ്രതീകമാണ്, മനസ്സ് ചന്ദ്രൻ്റെ പ്രതീകമാണ്. ഈ ബുദ്ധിയും മനസ്സും ഒരുപോലെ ദൃഢമായി നിന്നാൽ മാത്രമേ നമുക്ക് ആ വൈരാഗ്യം വരികയുള്ളൂ. മനസ്സ് മോഹിക്കും, ബുദ്ധി വേണ്ട എന്ന് പറയും. അല്ലെങ്കിൽ ബുദ്ധി
ആഗ്രഹിക്കും, പക്ഷെ മനസ്സിന് അത് അത്ര ഇഷ്ടമല്ല എന്ന് വരും. അപ്പം അത് രണ്ടും കൂടി ഇല്ല, ദൃഢമായിട്ട് സ്ഥിരമായി രണ്ടും ചേർന്ന് നിൽക്കണം. അതുകൊണ്ടും കൂടി ഇവിടെ ഈ സൂര്യചന്ദ്രവംശ കഥകൾ എന്ന് പറഞ്ഞ് അവിടെ പറയുന്നു എന്നുകൂടി ഇവിടെ ആചാര്യന്മാർ സ്മരിക്കാറുണ്ട്. ഈ സൂര്യവംശത്തിൽ ഖഡ്വാങ്കൻ്റെ പരമ്പരയിൽ ആ ദശരഥപുത്രനായിട്ട് ഭഗവാന്റെ രാമാവതാരം 5-ാം സ്കന്ധത്തിൽ പറഞ്ഞ പോലെ മർത്യാവതാര ത്വൈഹ മർത്യശിക്ഷണം രക്ഷോവധായേവന കേവലം വിഭോ. അങ്ങ് രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടി എടുത്തതല്ല, ഭൂഭാരം തീർക്കാൻ വേണ്ടി എടുത്തത് മാത്രമല്ല, ഈ മർത്യർക്ക് എങ്ങനെ ഈ ജീവിതം ജീവിച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ നാരായണത്തിലും പറയുന്നുണ്ട്, സ്വയം മർത്യാവതാര ഖലുനിയതം മർത്യശിക്ഷാർത്ഥമേവം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അസുരന്മാരെ കൊല്ലാനാണെങ്കിൽ ഒരു നിമിഷം മതി, ഒരു ഹൂങ്കാരത്തോടെ ഭഗവാൻ അത് ചെയ്യാൻ കഴിയും. അത് കാണിച്ചതാണല്ലോ നരസിംഹാവതാരത്തിൽ. പക്ഷെ ഇവിടെ അത് ചെയ്യാത്തത്, ഇവിടെ നമുക്ക് വേണ്ടിയിട്ടാണ് ആ രാമൻ അവിടെ അവതാരമായിട്ട് എടുത്തിരിക്കുന്നത്. ആ ഭാഗവതത്തിലെ ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ തന്നെ ആ രാമായണ കഥകൾ മുഴുവൻ അവിടെ പറഞ്ഞു തീർത്തു. അപ്പം ഞാൻ രാമായണ കഥ നമുക്ക് മുഴുവൻ അറിയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മനുഷ്യർക്ക് ധർമ്മപരമായ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. വാത്മീകി രാമായണത്തിൽ നാരദനോട് ചോദിക്കുന്നുണ്ട്, കോൻവസ്യൻ സാമ്പ്രദേ ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ എന്നുള്ള ആ ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോൾ നാരദർ ഉത്തരം പറയുന്നത്, ധർമ്മജ്ഞശ്ച സത്യസന്ധശ്ച പ്രജാനാം ച ഹിതേരഥ. ഈ ശ്ലോകം ഒന്ന് മതി ആ ഭഗവാന്റെ, അതായത് രാമചന്ദ്ര പ്രഭുവിൻ്റെ മഹത്വങ്ങൾ അറിയാൻ. ഏത് പ്രതിസന്ധിയിലും സത്യത്തിൽ ഉറച്ചു നിൽക്കുക, ധർമ്മപരമായി ജീവിക്കുക, ബാക്കിയുള്ളവരോട് കരുണ കാണിക്കുക. അത് ഏത് ജീവിയാണെങ്കിലും, എന്തിന് ശത്രുബന്ധുവാണെങ്കിലും തന്നെ അവരോട് കരുണ കാണിക്കുക. പിന്നെ ത്യാഗത്തിൻ്റെ അൾട്ടിമേറ്റ് രൂപം എന്ന് പറഞ്ഞാൽ രാമായണമാണ്. എല്ലാവരും നമുക്ക് പറയാം, രാമൻ അച്ഛൻ്റെ പ്രതിജ്ഞയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തു, അമ്മ മകനെ ത്യാഗം ചെയ്തു, കൗസല്യ മകനെ ത്യാഗം ചെയ്തു, കൈകേയി തൻ്റെ സത് പേരിനെ ത്യാഗം ചെയ്തു. നമ്മൾ കൈകേയിയെ എല്ലാവരും ചീത്തയായിട്ടാണ് കാണുന്നത്, പക്ഷെ ആ കൈകേയി അങ്ങനെ ആയതുകൊണ്ടാണ് രാമായണം എന്നുള്ളത് നടന്നത്. അങ്ങനെ സുമിത്ര, എല്ലാവരും ആരെ തന്നെ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം ഇത് ത്യാഗം ചെയ്യണം. ഇത് നമ്മുടെ മനുഷ്യ ജീവിതത്തിനും അത്യാവശ്യമാണ് ത്യാഗം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ദാനം ചെയ്തിട്ട് ഞാനത് കൊടുത്തു എന്നുള്ളതല്ല. നമുക്കിഷ്ടമുള്ളത് അവർക്ക് വേണ്ടി അവരുടെ ആവശ്യത്തിനാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നതാണ് ത്യാഗം. ദാനവും ത്യാഗവും വ്യത്യാസമുണ്ട്. അങ്ങനെ അതുമാത്രമല്ല, ഈ രാമായണത്തിലെ സഹോദര്യ സ്നേഹം, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം, മാതൃസ്നേഹം, സുഹൃത്ത് സ്നേഹം എന്നിവ കാണാം. ആരെ പോലെ ആവണം, ആരെ പോലെ ആവണ്ട എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഓരോ കഥാപാത്രങ്ങളിൽ നിന്നും പഠിക്കാനായിട്ടുണ്ട്. ഉദാഹരണത്തിന് ആ ഹനുമാൻ പോകുമ്പോൾ മൈനാകം അവിടെ വരുന്നുണ്ട്, ഒരു തടസ്സമാണ്. അത് ബന്ധുക്കളിൽ നിന്നും വരുന്ന ഒരു സ്നേഹപൂർവ്വമുള്ളതാണ്. ഒരാളിപ്പോൾ അമേരിക്കയ്ക്ക് പോവുകയാണ്, മോനെ പോവണ്ട, അവിടെ പോയാൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മമാരും ബന്ധുക്കളും തന്നെയാണ് പറയുക. പക്ഷെ അവർ വിനയപൂർവ്വം മാറ്റി നിർത്തണം. അങ്ങനെയാണ് അവിടെ ഹനുമാൻ ചെയ്തത്. സരസ അത് പ്രാരബ്ധ കർമ്മഫലത്താൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് അനുഭവിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതിനെ ബുദ്ധിപൂർവ്വം ചെയ്യണം. അവിടെ എങ്ങനെയാണ് സരസയിൽ നിന്ന് ബുദ്ധിപൂർവ്വം ഹനുമാൻ മാറിപ്പോയത്. പിന്നെ അടുത്തത് സിംഹിക, അത് നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ കൂടെ ചുറ്റി നടക്കുന്ന കാമക്രോധാദികളാണ്. അതിന് നിഗ്രഹം ചെയ്യണം. അവിടെ സിംഹികയെ നിഗ്രഹം ചെയ്യുകയാണ്. അങ്ങനെ ഓരോ സന്ദർഭത്തിൽ നിന്നും, ഓരോ കഥാപാത്രത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാനുള്ള കാര്യങ്ങളാണ് രാമായണത്തിൽ പറയുന്നത്. അയോധ്യ ബുദ്ധിയുടെ പ്രതീകമാണ്. പരമാത്മാവുണ്ടെങ്കിൽ അവിടെ യുദ്ധമില്ല, കാമമില്ലെങ്കിൽ അവിടെ പരമാത്മാവുണ്ട് താനും. കിഷ്കിന്ധ ചഞ്ചലമായ മനസ്സാണ്, അവിടെ ആ സ്വാർത്ഥമായ ബാല്യം, നിസ്വാർത്ഥനായ സുഗ്രീവൻ. ലങ്ക കാലത്തിൻ്റെ പ്രതീകമാണ്. ലങ്ക എന്നുള്ളത് തിരിച്ചിട്ടാൽ നമുക്കവിടെ കാലം എന്ന് കിട്ടും. അങ്ങനെ നമ്മളിൽ ആസുരിക ഭാവവും ദൈവിക ഭാവവും ഉണ്ട്. ഈ ശരീരത്തിനെ യോഗത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ആരെ പോലെ, വിഭീഷണൻ പോലെ. അല്ലെങ്കിൽ ഭോഗത്തിനായിട്ട് ഉപയോഗിക്കാം, രാവണനെ പോലെ. ഇത് രണ്ടുമല്ലെങ്കിൽ തമോ ഗുണമുള്ള കുംഭകർണനെ പോലെ ഉറങ്ങിയും നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം. അത് നമ്മുടെ കയ്യിലാണ് ഉള്ളത്. നമ്മളാണ് അതിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ രാമായണ തത്വം എന്ന് നമുക്ക് എടുക്കുകയാണെങ്കിൽ രാവണനാകുന്ന ഇന്ദ്രിയങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന സീതയാകുന്ന മനസ്സിനെ അവിടെ നിന്ന് നാമസ്മരണങ്ങളാകുന്ന യുദ്ധം ചെയ്ത് ക്രമേണ ഹനുമാനാകുന്ന ആ ഗുരുവിൻ്റെ സഹായത്താൽ ആത്മാവാകുന്ന രാമനിലേക്ക് അയനം ചെയ്യണം. ഇതാണ് രാമായണം. അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹത്തിന് ഉതകുന്നതായ നാമസങ്കീർത്തനം, സത്സംഗം, ഭഗവത് കഥ കേൾക്കുക എന്നത് ഗുരുവിൻ്റെ സഹായത്തിന് കൂടിയേ തീരും. ഗുരു നമ്മുടെ മനസ്സിൻ്റെ നില കാട്ടിത്തരും. അല്ലാതെ ഗുരു ഉയർത്തുക എന്നുള്ളത് വരില്ല. നമുക്ക് ആ ഗുരു കാട്ടിച്ചു തരുള്ളൂ. ഇപ്പോൾ വി ക്യാൻ ടേക്ക് ദ ഹോഴ്സ് ടു ദ വാട്ടർ ബട്ട് ഇറ്റ് ഹാസ് ടു ഡ്രിങ്ക്. അതിനെ അകത്തേക്ക് വെള്ളം എടുക്കാൻ പറ്റില്ലല്ലോ. അതുമാതിരി തന്നെയാണ് ഗുരു നമുക്ക് അത് കാട്ടിത്തരും. നമ്മൾ അതിൽ നിന്ന് ഉയർന്നു വരണം. നമ്മുടെ മനസ്സിനെ ഉയർത്തിയെടുക്കണം. ഉദ്ധരേതാത്മാനമാത്മാനം എന്ന് ഗീതയിൽ പറയുന്നത് പോലെ. ഇത്രയും ആണ് ആ രാമ അവതാരത്തെപ്പറ്റി പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ചുരുക്കി ഒരു ശ്ലോകത്തിൽ പരശുരാമ അവതാരം തസ്യാം വൈ ഭാർഗവ, അതായത് 15-ാം അധ്യായത്തിലാണ് ഇത് വരുന്നത്. തസ്യാം വൈ ഭാർഗവ ഋഷേ സുധോ വസുമധാദേഹ ലവീയാഞ്ജഗ്നേദേശാം രാമ ഇത്യഭിശ്രുത. ഇവിടെ ആദ്യം ശുഗമഹർഷി എല്ലാ പ്രാവശ്യം പറയുന്ന മാതിരി ചുരുക്കിയാണ് പറയുന്നത്. അതായത് ശ്രീഹരിയുടെ അംശമായ പരശുരാമൻ ബ്രാഹ്മണനായി ജനിച്ചു എങ്കിലും ആ ക്ഷത്ര തേജസ്സാൽ ക്ഷത്രിയനായിട്ട് അധികം കാണപ്പെട്ടു. ആ ക്ഷത്ര തേജസ് അധികമായി കാണപ്പെട്ടിരുന്നു എന്ന്. അപ്പോൾ പരീക്ഷിച്ച് ചോദിക്കുകയാണ് അതെന്താണ്, അവിടെ വെച്ചാണ് അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള ആ കഥകളെല്ലാം പറയുന്നത്. അത് പരശുരാമ കഥകൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല, സമയം വളരെ കുറവായതുകൊണ്ട്. പിന്നീടാണ് യദുവംശവർണ്ണനം. അവിടെ ഈ അധ്യായത്തിൽ യദുവംശവർണ്ണത്തിൽ ബലരാമൻ്റെ ഒരു ജനനം പറയുന്നുണ്ട്. എല്ലാ ആ യദുവംശ രാജാക്കന്മാരെ പറ്റി പറഞ്ഞിട്ടാണ് ഇവിടെ അവസാനം കൃഷ്ണനെ പറ്റി, കൃഷ്ണൻ്റെ അവതാരത്തെ ഒന്ന് ചുരുക്കി അവിടെ പറയുകയാണ്. അപ്പോൾ പരീക്ഷത്തിന് ആഗ്രഹം വന്നു, ആ കൃഷ്ണകഥ കേൾക്കാൻ വേണ്ടി മാത്രമാണല്ലോ ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഗുരുവേ അങ്ങ് ആ കൃഷ്ണകഥ നല്ലവണ്ണം പറഞ്ഞു തരണം എന്ന് പറയും. അങ്ങനെ നമ്മൾ ആ 10-ാം സ്കന്ധത്തിലേക്ക് പോവുകയാണ്. 10-ാം സ്കന്ധത്തിൻ്റെ ലക്ഷണം നിരോധം എന്നാണ്. ഇതിൽ ചിത്തവൃത്തിയെ എങ്ങനെ നിരോധിക്കാം, എങ്ങനെ തടയാം എന്നാണ്. ഞാൻ എല്ലാ പ്രാവശ്യം എല്ലാവരും പറയുന്നത് തന്നെയാണ്, അത് നിരോധിക്കാൻ നമുക്ക് ആ കൃഷ്ണകഥകൾ തന്നെയാണ്. അത് അനുസൃതം ഒഴുകണം. നവതാഭക്തിയിലെ ആദ്യത്തേതായ ശ്രവണം തന്നെയാണ് അതിന് ഉത്തമമായ മാർഗം. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ആ കഥ കേൾക്കാൻ വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ആ മനസ്സിനെ ഒന്ന് ഉദ്ധരിച്ചെടുക്കാൻ. മേ ബി അത് ഈ ഒരു ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമായിരിക്കും. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രാരബ്ധത്തിലേക്ക് മുങ്ങും. പക്ഷെ എന്നാലും അത്രയും നേരം നമുക്ക് ആ ഭഗവാനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു സംതൃപ്തി ഉണ്ടാക്കാം. ചന്ദ്രവംശത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരം. കഥ എല്ലാവർക്കും അറിയാം. ഭൂമിദേവി ഗോരൂപിണിയായി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേവന്മാരും ബ്രഹ്മദേവന്മാരും കൂടി അവിടെ നിന്ന്, ബ്രഹ്മദേവനും കൂടി അവിടെ നിന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി പ്രാർത്ഥിക്കുന്നു, ആ ഭൂമി ഭാരം തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആ ഭൂമി ഭാരം മാത്രം തീർക്കണമെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ, ഈ കുട്ടിക്കൃഷ്ണനായിട്ട് നമ്മുടെ അടുത്തേക്ക് ഓടി വരേണ്ട ഒരാവശ്യമില്ല. പക്ഷെ നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും ആ ഭഗവാന്റെ കഥ കേൾക്കുവാനും ആണ് നമുക്ക് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരോട് പറയുകയാണ്, ബ്രഹ്മാവിൻ്റെ അടുത്ത് പറയുകയാണ്, അതായത് അശരീരിയായിട്ട് പറയുന്നുണ്ട്, ഞാൻ ദേവകി വസുദേവന് പുത്രനായിട്ട് ജനിക്കും. സംഘർഷണമൂർത്തി അതായത് ആദിശേഷൻ അവിടെ ബലരാമനായിട്ട് ജനിക്കും. മായാദേവി അവിടെ എൻ്റെ സഹോദരിയായിട്ട് ആ അവതാരകർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് അവിടെ വരുമെന്ന്. അങ്ങനെ ഇതെല്ലാം ഈ വിവരങ്ങളെല്ലാം പിന്നെ കല്യാണം ആയ വസുദേവർ കല്യാണമായി അവിടെ പോകുമ്പോൾ കംസൻ അറിഞ്ഞു, അശരീരി വാക്കുകൊണ്ട് അറിഞ്ഞു അവരുടെ 8ാമത്തെ ഗർഭം കംസനെ വധിക്കുമെന്ന്. അങ്ങനെ കംസൻ്റെ വധിക്കുവാനുള്ള ആ ശ്രമത്തിൽ നിന്ന്, ദേവകിയെ വധിക്കുവാനുള്ള ആ ശ്രമത്തിൽ നിന്ന് വസുദേവർ കംസനെ പിന്തിരിപ്പിച്ചു. എന്നിട്ട് അവരെ കാരാഗൃഹത്തിലാക്കി. അവിടെ പറയുന്നത്, എൻ്റെ എല്ലാ കുട്ടികളെയും, ജനിക്കുന്ന കുട്ടികളെയും ഞാൻ അങ്ങക്ക് തന്നോളാം എന്നാണ് പറയുന്നത്. അത് ആ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ കുട്ടിയെ കൊണ്ടുകൊടുത്തു.
കംസന്. അവിടെ കംസന് കുറച്ചൊരു സന്തോഷം തോന്നി. എന്തിനാണ് ഞാൻ ഈ കുട്ടിയെ കൊല്ലുന്നത്? എന്തായാലും അമ്മാവനല്ലേ, കുട്ടിയെ കാണുമ്പോൾ, ഏത് കുട്ടിയെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തോന്നുമല്ലോ. അപ്പം എന്തിനാണ് ഞാൻ കൊല്ലണത്? കൊല്ലണ്ട, എൻ്റെ 8ാമത്തെ ഗർഭം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ അവിടെ നാരദനറിയാം ഇത് വൈകിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ അവതാരം വൈകുമെന്ന്. അതുകൊണ്ട് തന്നെ നാരദൻ ഉടനെ തന്നെ ഒന്ന് പറഞ്ഞു, അങ്ങനെ 8 എന്ന് എങ്ങനെയാണ് കണക്കാക്കുന്നത്? വട്ടത്തിൽ നിർത്തി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് തുടങ്ങുക? ആരാണോ 1, ആരാ 2? അല്ലെങ്കിൽ 1, 2 വരിയിൽ നിർത്തുകയാണെങ്കിലും വലതുതൊട്ടാണെങ്കിലും 1, ഇടതുതൊട്ടാണെങ്കിൽ അവിടെയാണോ 1? അപ്പം അതറിയില്ലല്ലോ. അതുമാത്രമല്ല, അങ്ങ് പൂർവ്വജന്മത്തിൽ കാലനേമിയായിരുന്നു. അങ്ങയെ വധിച്ചത് ആ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവാണ് അങ്ങയെ വധിക്കാനായിട്ട് ഇപ്പോൾ അവതാരമെടുക്കാൻ പോകുന്നത്. മാത്രമല്ല, അവിടെ യദുവംശത്തിലുള്ളവരെല്ലാം ആ ദേവന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നാരദരുടെ ജോലി ചെയ്തു. നാരദന് നിയുക്തമായ ആ ജോലി ചെയ്തു. അവിടെ ഉടനെ തന്നെ കംസൻ അവരെ കുഞ്ഞിനെ വധിച്ചു. അങ്ങനെ ഓരോ കുട്ടികളെയായിട്ട് 6 കുട്ടികളെ വധിച്ചു. 7ാമത്തെ ഗർഭം ദേവകി ധരിക്കുമ്പോൾ ആ മായാദേവിയെ വിളിച്ച് ഭഗവാൻ പറയുകയാണ്, ഈ കുഞ്ഞിനെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ദേവി ആ യശോദയുടെ ഗർഭത്തിൽ ചെല്ലുകയും ജനിക്കുകയും പുത്രിയായി ജനിക്കുകയും വേണം എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഭഗവാൻ തനിക്ക് അവതാരമെടുക്കാനുള്ളതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് അവിടെ ആ ഭഗവാനപി വിശ്വാത്മാ ഭക്താനാമഭയങ്കര ആവിവേശാംശഭാവേന മനാനഗദുന്ദുവേ. ആ ഭഗവാൻ ആ വസുദേവൻ്റെ മനസ്സിൽ തൻ്റെ ആ ദിവ്യമംഗളരൂപം കാണിച്ചു കൊടുത്തു. അതിനെ കണ്ട് ആസ്വദിച്ച ആ വസുദേവൻ്റെ ആ പ്രഭ അവിടെ വളരെ കൂടുതലായിരുന്നു. ആ ദേവകിക്ക് മനസ്സിലായി വസുദേവൻ എന്തോ ആസ്വദിക്കുകയാണെന്ന്. ഉടൻ തന്നെ ആ പ്രഭ ദേവകിയുടെ ഗർഭത്തിലേക്ക് മാറി. അവിടെ ദേവകി പിന്നെ ആ കോടി സൂര്യന്മാരെ പോലെ അവിടെ ശോഭിച്ചു. ദേവന്മാരെല്ലാവരും വന്ന് ആ കാരാഗൃഹത്തിൽ വന്ന് ഭഗവാനെ സ്തുതിച്ചു. അതിനു മുമ്പ് സത്യവ്രതം എന്ന് പറഞ്ഞ അവിടെ സത്യൻ ആ ഭഗവാന്റെ ആ സത്യ പാലനത്തെ പറ്റി അവരെല്ലാവരും അവിടെ സ്തുതിക്കുകയാണ്. അതിനുശേഷം അവരെ എല്ലാവരെയും തിരിച്ചുവിട്ടു ഭഗവാൻ. ദേവന്മാരെ എല്ലാവരോടും പോകാൻ പറഞ്ഞു. കാരണം അവിടെ തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കംസൻ അറിയാം ഞാൻ അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരെയും തിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, ആ സമയത്ത് രോഹിണിയും അഷ്ടമി തിഥിയും മാത്രം അവിടെ മാറി നിന്നു. ഞങ്ങൾക്ക് ഭഗവാനെ കാണണം എന്നാണ് ആചാര്യന്മാർ അവിടെ ഒരു നർമ്മരസത്തിൽ അവിടെ പറയുന്നത്. അങ്ങനെ അവരവിടെ മാറി നിന്നു. അവിടെ അങ്ങനെ അത് സർവഗുണോപേത കാലപരമശോഭന എർഹ്യേഭാജന ജന്മർഷം ശാന്തക്ഷേഗ്രഹതാരകം. ആ ശോഭനമായ കാലത്തെ ശുഭമഹർഷി വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുകയാണ്. അങ്ങനെ ആ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിലൂടെ നമ്മുടെ ഹൃദയാന്തർഭാഗത്തിലും അവതരിച്ചു. ആ ഭഗവാന്റെ ജനന സമയ ഗ്രഹനിലകളെ പറ്റി പറയുകയാണ് ഇവിടെ. ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശനി എന്നിവ ഉച്ചസ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. എടവ ലഗ്നമാണ്. 11-ൽ വ്യാഴം, ചിങ്ങത്തിൽ സൂര്യൻ, തുലാത്തിൽ ശുക്രൻ, വൃശ്ചികത്തിൽ രാഹു, അർദ്ധരാത്രി സമയം, അഷ്ടമി തിഥി, ബുധനാഴ്ച, രോഹിണി ദിവസം. ഇങ്ങനെയുള്ള ആ ശുഭമുഹൂർത്തത്തിൽ ആ പരബ്രഹ്മസ്വരൂപനും അംബുജലോചനുമായിരിക്കുന്ന ആ ഭഗവാൻ അവിടെ അവതരിച്ചു. വിശ്വാവസു എന്ന ആ പേരായ വർഷത്തിലാണ് അവതരിച്ചത്. അതുകൊണ്ട് തന്നെ വിശ്വത്തിന് നല്ല ശോഭനമായിരുന്നു. മുനികൾ ധ്യാനം ചെയ്തു. സമുദ്രതിരമാലകൾ ആർത്തടിക്കുകയാണ്. ഭഗവാനെ കാണുവാൻ തിടുക്കപ്പെട്ടു എന്നവർ. കാറ്റ് മെല്ലെ വീശി. മാമ പറഞ്ഞ മാതിരി ഇവിടെ ഭഗവാൻ നാരായണീയ സമയത്ത് അവതാര സമയത്ത് അവിടെ മഴ കാണിച്ചു. അതാണ് പ്രകൃതിയാണ് ഭഗവാന്റെ കൂടെ. ആ പ്രകൃതി തന്നെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ആ കാറ്റ് മെല്ലെ വീശി. വേഗത്തിൽ വീശിക്കഴിഞ്ഞാൽ ആ അവതാരം കാണാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് അവിടെ കാറ്റ് വളരെ മെല്ലെ വീശി. അങ്ങനെ പ്രകൃതിയിൽ എല്ലാം തന്നെ അവിടെ രസമായി ഭഗവാന്റെ അവതാരത്തിന് കാത്തു നിൽക്കുകയാണ്.
दिशीते तम उद्भूते जायमाने जनार्दने देवक्यां देवरूपिण्यां विष्णु सर्वगुहाशया ആവിരാസീതദാ പ്രാച്യാം ദിശീന്തിരിവ പുഷ്കലാം. അന്ധകാരം നിറഞ്ഞിരിക്കുന്ന അതിനെ അകറ്റാൻ കിഴക്ക് ദിക്കിൽ ഉദിച്ച പൂർണ്ണചന്ദ്രൻ പോലെ ജനങ്ങളുടെ അജ്ഞാനമാകുന്ന അവിദ്യയാകുന്ന അന്ധകാരത്തെ മാറ്റി ജ്ഞാനപ്രകാശം നൽകുന്നവനും സർവചരാചരങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് വസിക്കുന്നവനുമായ ആ മഹാവിഷ്ണു പരിപൂർണ സ്വരൂപമായി അതിഥിയുടെ അതായത് അതിഥി വന്നിട്ട് ദേവകിയുടെ അവതാരമാണ് ദേവകി. ആ ദേവകിയുടെ ഗർഭത്തിൽ അവതരിച്ചു. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഖദാരുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാകവൈഡൂര്യകിരീടകുഞ്ജലസ്തുഷാ പരിഷ്വക്തസഹകുണ്ടല ഉദ്ധാമകഞ്ചർക്കരകങ്കണാദിവേർ വിരോജമാനം വസുദേവൈക്ഷതാ. തമദ്ഭുതം ബാലകം, അവിടെ ആ അത്ഭുതം നമുക്ക് അവിടെ കാണാം. ആ പ്രകൃതി തന്നെ അവിടെ അത്ഭുതം കാണിക്കുന്നുണ്ട്. രാത്രി നേരത്തെ താമര വിരിയുക, അഷ്ടമിയിൽ പൂർണ്ണചന്ദ്രൻ കാണുക, അങ്ങനെ നീ കാണാൻ വരുന്നതേ ഉള്ളൂ ഭഗവാന്റെ ഓരോ അത്ഭുത ലീലകളെയും. അങ്ങനെ ലോകാനുഗ്രഹത്തിനായി അവതരിച്ച ആ രൂപം സൗന്ദര്യോദ്ധരതോപി സൗന്ദരതരം എന്ന് ആ ഭട്ടതിരി പറഞ്ഞ മാതിരി തന്നെ അത്ര സുന്ദരമായി അവിടെ അവതരിച്ചു. കടാക്ഷമാത്രത്തിൽ തന്നെ ഭക്തരുടെ താപത്രയങ്ങളെയും തീർക്കുന്ന ഭഗവാന്റെ ആ താമര പോലത്തെ കണ്ണുകൾ, ശംഖ, ചക്രം, ഗദ, പത്മം എന്നീ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ ആ ചതുർഭുജങ്ങൾ, മാറിടത്ത് ശ്രീവത്സം, കണ്ഠത്തിൽ മനോഹരമായ കൗസ്തുഭമാല, അരയിൽ പീതാംബരപ്പെട്ട് സുന്ദരമായ നീലനിറമുള്ള ശരീരം, അമൂല്യരത്നങ്ങളാൽ ശോഭിതമായ കിരീടവും മകരകുണ്ടലങ്ങളും അവയുടെ പ്രഭാവത്താൽ ശോഭിക്കുന്ന തലമുടി, അരയിലെ ഉത്കൃഷ്ടമായ അരഞ്ഞാൻ, തോൾവള മുതലായ ആഭരണങ്ങളാൽ ശോഭിതമായ ആ ദിവ്യമംഗള രൂപത്തെ വസുദേവർ കണ്ടു. നമുക്കും ആ ദിവ്യരൂപത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനി ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല, ആ ദിവ്യരൂപം നമ്മുടെ മനസ്സിൽ എന്നും ഉദിക്കട്ടെ, എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രകരണം ഗുരുവിൻ്റെ പാദങ്ങളിലും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലും സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.